സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര സഹായങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ. കൊച്ചി തീരത്തുണ്ടായ കപ്പലപകടത്തെ തുടർന്നാണ് ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ സഹായം പ്രഖ്യാപിച്ചത്. എന്നാൽ ട്രോളിംഗ് നിരോധനം കൂടി വന്നതോടെ കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ് ഇവർ. കൊച്ചിയിലെ MSC കപ്പലപകടം മത്സ്യബന്ധനത്തെ സാരമായി ബാധിച്ച സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. 10,55 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബത്തിനും ഇടക്കാല ആശ്വാസമായി 1000 രൂപയും 6 കിലോ അരി വീതം സൗജന്യ റേഷനും അനുവദിക്കും എന്നുമായിരുന്നു പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ വാർത്തകളിലൂടെ അറിഞ്ഞതല്ലാതെ സഹായങ്ങൾ തങ്ങളുടെ കൈകളിലേക്ക് എത്തിയില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ഇപ്പോഴത്തെ ഈ മന്ത്രിസഭയിൽ ഈ പറയുന്നത് മൊത്തം വെറും കള്ളത്തരങ്ങളാണ്. മത്സ്യത്തൊഴിലാളിക്ക് ഒരുപാട് ആനുകൂല്യം, ഒരാനുകൂല്യം കിട്ടുന്നില്ല. ഞങ്ങളിവിടെ വന്ന് കഷ്ടപ്പെട്ട് ചരുവ് എടുത്താൽ ഞങ്ങൾക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടുമില്ല. ഈ മേഖല നശിച്ചു പോയാൽ പിന്നെ ഞങ്ങൾക്ക് ജീവിതവും ഇല്ല. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുമാണ് 1000 രൂപ വീതം നൽകുന്നതിനായുള്ള ഫണ്ട് അനുവദിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഇതിലേക്കായി 10,55,18,000 രൂപ അനുവദിച്ചു. അടിയന്തരമായി മത്സ്യത്തൊഴിലാളികളുടെ കൈകളിലേക്ക് ഈ തുക എത്തിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. 6 കിലോ അരി വീതം സൗജന്യ റേഷൻ അനുവദിക്കുന്നതിനുള്ള നടപടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു. എന്നാൽ അതും ഉണ്ടായില്ല. ഇപ്പോഴാകട്ടെ ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകാനും തീരുമാനിച്ചു. എന്നാൽ അത് എന്ന് കിട്ടുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. ഈ ഫിഷറീസിലെ പൈസ തന്നെ ഞങ്ങൾക്ക് ആദ്യമൊക്കെ ആർബർ അടച്ചോടനെ ഒരാഴ്ചയിൽ കിട്ടും. ഇപ്പം അങ്ങനെയല്ല, ആർബർ പൂട്ടി തുറന്നാലും ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ ഞങ്ങൾക്ക് എന്തിനാ നിരോധനത്തിന് ഗ്രാൻഡ് പൈസ എന്തിനാ? അതാ ഞങ്ങൾക്ക് ഈ നിരോധനത്തിനാണ് ഞങ്ങൾക്ക് ചിലവിന് ഇരേണ്ട കാശ്. ആ കാശ് നിരോധനത്തിൽ പോലും കിട്ടുന്നില്ല. നിരോധനം കഴിഞ്ഞിട്ടാണ് ഈ പൈസ വരെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്യും? മത്സ്യബന്ധന മേഖലയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് സർക്കാർ ഇവർക്ക് അടിയന്തര സഹായവും ആശ്വാസ സഹായവും പ്രഖ്യാപിച്ചു. പക്ഷേ അതിന് എന്ന് കിട്ടുമെന്ന് ആർക്കും അറിയില്ല. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.